കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച പലയിടങ്ങളിലും ആക്ഷേപങ്ങൾ ഉയരുന്നു. ഇപ്പോൾ പുതുതായി വരുന്നത് യൂത്ത് കോൺഗ്രസിനെ പാടെ വെട്ടിയിരിക്കുന്നു എന്നൊരു പരാതിയും ശക്തമാണ്. അതിൽ യൂത്ത് കോൺഗ്രസ് നൽകിയ പേരുകളെല്ലാം തന്നെ ആരെയും തന്നെ എവിടെയും കൊച്ചി കോർപ്പറേഷൻ ലിമിറ്റിൽ പരിഗണിച്ചില്ല എന്നതാണ് അവരൊരു പരാതി. നമുക്കൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അഡ്വക്കേറ്റ് സഞ്ജയ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെയൊരു പരാതി ഉന്നയിക്കാനായിട്ട് കാരണം? ഇത് വേറൊന്നുമല്ല, ഞങ്ങൾ പല രീതിയിലും ഞങ്ങൾ ഓരോ ലിസ്റ്റ് പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളുടെ ഒരു സംസ്ഥാന കമ്മിറ്റി കൂടി അതാത് സ്ഥലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു ഗൂഗിൾ ഫോമും വേറൊരു ഫിസിക്കലി ഫോമും നമ്മൾ കൊടുത്തായിരുന്നു. ആ ഫോം കൊടുത്തിട്ട് അതാത് താല്പര്യമുള്ളവർ ഏത് ഡിവിഷനാണെങ്കിൽ ഡിവിഷൻ അത് രേഖപ്പെടുത്തി നമ്മൾ സോർട്ട് ചെയ്തിട്ട് അതാത് DCCകളിലേക്ക് കത്തായിട്ട് ഇന്ന ആൾക്കാരെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അതാത് DCCകളിലേക്ക് കൊടുത്തിട്ടുള്ളതാണ്. എറണാകുളം DCCയിലും ഇതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് 5 പേരുടെ പേരുകളാണ് കൊടുത്തിരുന്നേച്ചത്. അതിൽ ആദ്യത്തെ 40 ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ 4 പേര് നിഷേധിച്ചു സീറ്റ്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു കൊച്ചിൻ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ, അത് എൻ്റെ പേരായിരുന്നു. അവസാന നിമിഷം വരെ ലാസ്റ്റ് യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ട് ലാസ്റ്റ് വെറും അരമണിക്കൂർ ഡിക്ലറേഷൻ അരമണിക്കൂർ മുമ്പ് വെട്ടിക്കളഞ്ഞു. ഇത്രയും എന്താണ് യൂത്ത് കോൺഗ്രസിനോട് ഇവർക്ക് വിരോധം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെന്തായാലും പാർട്ടി വിട്ടു പോകാനൊന്നുമില്ല, ഞങ്ങളിവിടെ തന്നെ നിന്ന് പോരാടും. ഞങ്ങൾ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന ഈ പ്രസ്ഥാനത്തെ വിട്ട് ഞങ്ങൾ എന്തായാലും പോവില്ല. പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പോരാടും. ഇതൊരു ഏകപക്ഷീയമായിട്ട് തോന്നുന്നുണ്ട്. ആരാണ് ഇത്തരം ഒരു ഡിസിഷൻ, ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഇവിടുത്തെ കോർ കമ്മിറ്റിയിലുള്ള ജനപ്രതിനിധികൾ തന്നെ, അതിലൊരു മാറ്റമില്ല. അവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇവിടെ സീറ്റുകൾ ധാരണയായിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഓരോ സീറ്റുകൾ നോക്കുമ്പോഴും മനസ്സിലാവും. വ്യക്തമായിട്ട് ഞങ്ങളിവിടെ ഈ പറയുന്ന ജനപ്രതിനിധികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ഒരു വ്യക്തിക്ക് ഇന്നിപ്പോൾ സീറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്, അവർക്കെതിരായിട്ട് മത്സരിച്ച ആൾക്കാർക്ക്. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള യുവാക്കൾക്ക് എന്ത് പ്രാതിനിധ്യം ഇവർ നൽകുന്നുണ്ട്? ഇവർ ഒരു സമയത്ത് പറയും അവർക്കെതിരായിട്ട് വോട്ട് ചോദിക്കാൻ പറയും, ഒരു സമയത്ത് പറയും അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചോദിക്കാൻ പറയും. ഇവർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന വ്യക്തികളാണോ യൂത്ത് കോൺഗ്രസ്? ഈ പറയുന്ന വ്യക്തിയുടെ ബൂത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ക്വാഡ് തന്നെ ഇറക്കിയെന്ന് ആ ജനപ്രതിനിധിക്ക് വേണ്ടി വോട്ട് ചോദിച്ചവരാണ് ഞങ്ങൾ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 2020 പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്ന ജൂഡ് അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അന്ന് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെതിരെ വർക്ക് ചെയ്യുന്നവർ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ അന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ തന്നെയാണ്, ജൂഡിൻ്റെ ബൂത്തിൽ തന്നെയാണ് നമ്മൾ വോട്ട് ചോദിച്ചത്, യൂത്ത് കോൺഗ്രസ് കോഡ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് ജൂഡിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു വികാരം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രത്തോളം പരിഗണന യൂത്ത് കോൺഗ്രസിന് കിട്ടുന്നില്ല. ഇല്ല, ഞങ്ങൾ വെറും അടി കൊള്ളാനും ജലപീരങ്കിക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാനും മാത്രമുള്ള ഒരു വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് വോട്ട് ചേർക്കുന്ന കാര്യങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് മുൻകൈ എടുത്ത് ചെയ്തതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളതിൻ്റെ തെളിവുമുണ്ട്. ചേർത്ത് കഴിഞ്ഞ് ഇപ്പം എല്ലാ വോട്ടായിപ്പോൾ യൂത്ത് കോൺഗ്രസ് മാറിയെന്നോ ഞങ്ങൾ സീനിയേഴ്സ് മത്സരിച്ചോളാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് പൊതുവിൽ ഒരു വലിയ വിഷമം ഇപ്പോൾ നേരിട്ടിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ വിഷമം നമ്മൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വമായിട്ട് എന്തായാലും നമ്മൾ മുന്നോട്ട് ചർച്ച ചെയ്തിട്ടേ മുന്നോട്ട് പോവുള്ളൂ. എറണാകുളം ജില്ലയിലാണോ ഇത്തരം? എറണാകുളം ജില്ലയിൽ കൊച്ചിൻ കോർപ്പറേഷനിലാണ് മെയിനായിട്ട് അവഗണന സംഭവിച്ചത്. മറ്റ് സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നവരൊക്കെ തന്നെയാണ്. അതെ 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 ഞാൻ എൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് NSUയിലൂടെയാണ്. ഞാൻ കർണാടക സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടിരുന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ നിലവിൽ ചുമതല വഹിക്കുകയാണ്. നിങ്ങൾ വെട്ടിക്കളയുന്ന ഭാരവാഹികളും ഇതുപോലെ തന്നെ വളർന്നവരാണ്. അതെ 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 തീർച്ചയായിട്ടും അവരും യൂത്ത് കോൺഗ്രസിലൂടെ വന്നതാണല്ലോ. ഇനിയിപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് പോരാടുക എന്നതാണ്. ഉറപ്പായിട്ടും. എന്തിന്? നമ്മൾ ഇവരൊന്നും അല്ലല്ലോ പാർട്ടി ഒരു വ്യക്തിയല്ല. ഞങ്ങൾ പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. വ്യക്തികളെ കണ്ടല്ല പാർട്ടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവിടെ നിന്ന് തന്നെ പോരാടും, പുറത്തു പോയല്ല പോരാടണം.
ഇവിടെ നിന്ന് തന്നെ പോരാടി യൂത്ത് കോൺഗ്രസിനുള്ള അവകാശങ്ങൾ ഇനിയും മുന്നോട്ട്. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞെന്നോർത്ത് യൂത്ത് കോൺഗ്രസ് ഒന്നും ഇല്ലാണ്ടാവുന്നില്ലല്ലോ. ഇവിടെ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി വരുന്ന ഇലക്ഷനുകളിൽ ഞങ്ങൾ പോരാടും. സ്ഥാനാർത്ഥി നിർണയം പക്ഷപാതപരമാണ്. അതെ, തീർച്ചയായിട്ടും അവരുടെ വ്യക്തി താല്പര്യത്തിന് പുറത്ത് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സീറ്റുകളാണ്. എന്തായാലും പരാതികൾ ശക്തമാവുകയാണ്. കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയ സമയത്തിൽ യൂത്ത് കോൺഗ്രസിനെ പാടെ വെട്ടിനിരത്തി എന്നതാണ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് സഞ്ജു ജെയിംസ് പറയുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, ജില്ലാ നേതൃത്വത്തിന്റെ എല്ലാ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വരും. എന്നാൽ പാർട്ടി വിട്ടു പോകാനില്ല, പാർട്ടിക്കകത്തുനിന്ന് തന്നെ പോരാടാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.